ചേഞ്ച് ചെയ്യണം, ബ്രേക്ക് പാഡ് മാറ്റണം, പിന്നെ നല്ല ചില്ലറ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഗൈസ് ഇപ്പോൾ നമ്മൾ 220 ഓയിൽ മാറ്റാനായിട്ട് വന്നതാണ് കേട്ടോ. പണി ചെയ്യാനായിട്ട് കയറ്റി കേട്ടോ. ബ്രേക്ക് പാഡ് കൂടെ മാറ്റണം. ബ്രേക്ക് പാഡ് കൂടെ ജസ്റ്റ് ഒന്ന് മാറ്റാണ് കേട്ടോ. ഒരു സൈഡിൽ കംപ്ലീറ്റ് തേഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി. ഇതിൽ കുറച്ച് ഓയിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പെട്രോളിൽ ഒഴിക്കുന്ന അഡിക്റ്റീവ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് പെട്രോൾ അടിക്കുന്ന ടൈമിൽ ഒഴിക്കാം കേട്ടോ. പിന്നെ വന്നിട്ട് എന്തുവാ ഈ ഒരു സാധനം നമ്മൾ വെച്ചിട്ട് പോവാം. ഇതും ചോദിച്ചുകൊണ്ട് ഞാൻ പോകേണ്ടി വരും. ഓക്കെ, ബ്രേക്ക് പാഡ് മാറ്റി. ഇപ്പോൾ ആ കുറച്ചൊരു സൗണ്ടൊന്നും ഇല്ല കേട്ടോ. പറ്റി ആയിക്കൊണ്ട് വണ്ടി ഇതൊന്നും പേടിക്കാനില്ല. പോട്ടാ. ഓ, ഞാൻ ഓയിൽ മാറ്റിയടാ. എന്തായാലും മാറ്റാം. പോട്ടാ. ഇതാകുമ്പോൾ കുറച്ച് ഫണ്ണൊക്കെ കാണിച്ചു പോവാം. ഇവിടെ വെയിലത്ത് കിടക്കുക. എന്നാലും നമുക്ക് നേരെ ഇന്നിപ്പം പഞ്ചർ ഒട്ടിക്കാനായിട്ട് പോകണം കേട്ടോ. എന്തായാലും നേരെ പോവാം. അതുവരെ പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. പോട്ട് പോട്ട്. വണ്ടി പെനഞ്ഞു കുത്തിയതാ പോണ. എന്തായാലും ഇതുകൊണ്ട് പഞ്ചർ ഒട്ടിക്കട്ടെ കേട്ടോ. പഞ്ചർ ഒട്ടിക്കാൻ പറ്റുമെന്തോ. ടയറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ല. ഇല്ലെങ്കിൽ പുതിയ ടയറും ഇതുകൂടെ എടുക്കുക, അതായിരിക്കും നല്ലത്. ഇവിടെ എവിടെ ടയർ ഇടം ഉണ്ടായിരുന്നല്ലോ, അത് അടച്ച. പഞ്ചറോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വണ്ടി എടുത്ത് ഒതുക്കി വയ്ക്കട്ടെ. ഓക്കെ, അങ്ങോട്ട് വയ്ക്കാം. ഇങ്ങോട്ട് ഒതുക്കി. കാല് കുത്തി. ഓക്കെ, അപ്പം എന്തായാലും പഞ്ചറൊട്ടിക്കാൻ പറ്റുമെന്ന് കേട്ടോ. ട്യൂബാറാണെങ്കിൽ പുതിയ ടയർ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, എന്തായാലും ഒട്ടിക്കാം. പഞ്ചറൊട്ടിക്കാൻ വന്നാൽ ഞാനാണ് കേട്ടോ. നമ്മളെ ട്യൂബ് ഇതാ ഇവിടെ കിടപ്പുണ്ട്. നല്ലൊരു ട്യൂബായിരുന്നു. ഇത് ഇതിൻ്റെ ഇടയിൽ റിമ്മിൻ്റെ ഇടയിൽ കയറി കുരുങ്ങോണ്ടേ ഫുള്ള് കട്ട് ചെയ്തൊക്കെയാണ് എടുത്ത് കളഞ്ഞത് കേട്ടോ. ടയറിന് എൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ അതിൽ ടയർ മാറ്റാം. ആടാ പോയിട്ട് വരാം. ഒരു ചെറിയ മുട്ട് സൂചിയാണ് അതിനകത്ത് പൊത്തിരുന്നത്. അത്ര കട്ടിയുള്ളത്. നോക്കാം. കഴിച്ചപ്പോൾ എന്തായാലും ടയറും ട്യൂബ് കൂടെ എടുക്കാമെന്ന് ചോദിച്ചേട്ടാ. 100 രൂപ ഒതുക്കാമെന്ന് വെച്ചാൽ പണി ഇപ്പം 1000-2000 കണക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എടുത്തിട്ട് വരാം. ടയറും ട്യൂബ് കൂടെ എടുക്കാം കേട്ടോ. സ്പ്ലെൻഡറിൻ്റെ ടയർ എത്രയാണോ പിടിച്ചിരുന്നോളെ? അടാ ഇതേടൊക്കെ ഇത് പഞ്ചറാവണോ അതോ ഇനി ഇതിൻ്റെ പഞ്ചറാവണോ തോന്നുന്നു. ഇതുവഴിയൊക്കെ പോയി
കഴിഞ്ഞോട്ടം എടുത്തത് 1900 2000 രൂപയ്ക്കാണ് എടുത്തത് ടയറിൻ്റെ രൂപ. ടയർ കിട്ടിയിട്ടുണ്ട് കേട്ടാ 1600 രൂപയ്ക്ക് കലാശ്. നീ എവിടെ പോണ്? എന്തൊരു പരിപാടി? പോയിട്ടോ അങ്ങനെ ഇരുന്നു. ടയർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ടയർ മാറ്റാൻ കൊണ്ടുപോവാം. അതാണ് പരിപാടി. ഓക്കെ, ടയറിൻ്റെ റേറ്റ് 1600 കേട്ടോ. പിന്നെ ലേബർ ചാർജ് ഒരു 100 രൂപ വരും. 1700 രൂപയ്ക്ക് പരിപാടി കളറായി. ഓക്കെ, അപ്പോൾ ഇന്നലെ സൈസ് അതല്ലേ? ആ, ഡേറ്റ് 2024 തന്നെ മിക്കൊന്ന് വിട്ടുപോയി ആണ്. ഇപ്പോൾ 2 വണ്ടിയും കൊണ്ടുപോകണം. ഇത് പിന്നെ ഇന്നലെ നമ്മൾ മേടിച്ച ഓയിലിൻ്റെ ആണ് കേട്ടോ. ഓയിൽ ഇന്നലെ കാണിച്ചായിരുന്നല്ലോ. ഇന്നലെ ഞാൻ അധികം കാണിച്ചില്ലെന്ന് തോന്നുന്നു. നമ്മൾ 220 മേടിച്ച ഓയിൽ ഇതാണ് കേട്ടോ. പക്ഷേ 1.5 ലിറ്ററാണ്. ഇതിൽ ബാക്കിയുണ്ട് ഏകദേശം 300 ml. 200 മതി നമ്മൾ 220ക്ക്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൽ അടിച്ചേക്കുന്ന MRP 1795 കേട്ടോ. ഇതിപ്പം 1395 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എൻജിൻ ഫ്ലഷും പിന്നെ നമ്മളെ പെട്രോൾ അഡിറ്റീവ് ഇല്ലേ, പെട്രോൾ സിസ്റ്റം ക്ലീൻ ആക്കുന്ന ഐറ്റം കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ എൻജിൻ ഫ്ലഷ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓട്ട് ഗൈസ്, അപ്പോൾ ടയറൊക്കെ മാറ്റി കേട്ടോ. അതോ നമ്മളെ ഫ്രണ്ട് ചെറുക്കൻ കൊണ്ടുപോകണമുണ്ട്. അപ്പം അതായിരുന്നു ഈ 2 ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത്. സ്പ്ലെൻഡറിൻ്റെ ഓയിൽ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 732 കേട്ടോ. എഞ്ചിനകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതും റെഡിയാക്കി. 2 വണ്ടിയുടെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ മാറ്റി. ഇതിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ നേരത്തെ മാറ്റിയോണ്ട് തന്നെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ 2 വണ്ടിയുടെ ഓയിൽ ചേഞ്ച്, സ്പ്ലെൻഡറിൻ്റെ ഓയിൽ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് മാറ്റിയതേ ഉള്ളൂ കേട്ടോ. 220 എന്താണ് മാറ്റിയതേ ഉള്ളൂ. സ്പ്ലെൻഡറിൻ്റെ ടയർ ഒന്ന് മാറ്റി. അപ്പം ഓൾമോസ്റ്റ് ഈ 2 വണ്ടിയുടെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിലവിൽ ഉള്ളത് ബാക്കി മോഡ്സും അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മളെ 2025 ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടണമെന്ന് നല്ല രീതിക്കുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരും വീഡിയോസിൽ ഏത് വണ്ടിയുടെ വീഡിയോസ് ഉണ്ട്. നമ്മളെ സ്പ്ലെൻഡർ ഉണ്ട്, 220 ഉണ്ട്, ബുള്ളറ്റിനെ ഇറക്കണം വേണ്ടതെന്ന് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ ഒട്ടിച്ച് പണിതിട്ട് വണ്ടിയൊന്ന് പുറത്തോട്ട് ഇറക്കി ഓട്ടിക്കാൻ പോലും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാനിങ്ങനെ ഒരു 2 കെട്ട ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ അത് പണിയാം മീൻസ് അത് ബാറ്ററി മാറ്റണം, പിന്നെ പെയിൻറ്റിങ്, അങ്ങനത്തെ ചെറിയ പരിപാടിയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു കൊറിയർ എടുക്കാനായിട്ട് പോകാനുള്ള. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വരുന്നത് നമ്മൾ സെന്നിൽ ചെയ്യുന്ന ചെറിയൊരു മോഡ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഫണ്ട് വരുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ നിമിഷത്തിങ്ങനെ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. കിട്ടുന്ന പോലെ നമ്മൾ വണ്ടികളും കാര്യങ്ങളൊക്കെ പണിയാം, വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തിക്കാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ആയിട്ടാണ് കളി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടെ കണ്ടോട്ടെ. ഓക്കെ, വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.